സോ ഗൈസ്, നാളെ എൻ്റെ അനിയത്തിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. ആദ്യം തന്നെ എൻ്റെ ഭഗവാൻ അങ്ങോട്ട് ഒരുക്കാൻ അങ്ങോട്ട് വിചാരിച്ചു. ഇവിടെ അമ്മ ചെറുതായിട്ടൊന്ന് സൈഡായി ഉറങ്ങുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ മണ്ഡപത്തിൻ്റെ പണിയൊക്കെ നടക്കുവാണ്. ടൗൺ സ്ക്വയർ എന്ന് പറഞ്ഞ ഈവൻറ്റ് കമ്പനിയാണ് നമുക്ക് ഇതാ ഇവിടെ സെറ്റൊക്കെ ഒരുക്കി തരുന്നത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. നാളെയാണ് എൻഗേജ്മെൻറ്റ്. രാവിലെ ഒന്നും കഴിഞ്ഞിട്ടില്ല. എപ്പോഴും ഞങ്ങൾ വിചാരിക്കാറുണ്ട് നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ 2 ദിവസം മുന്നേ എങ്കിലും നമ്മൾ എല്ലാ പരിപാടികളും തീർക്കുന്നു, എന്നിട്ട് തലേ ദിവസം നമ്മളിങ്ങനെ പീസ്ഫുള്ളായിട്ടിരിക്കുന്നു എന്ന്. പക്ഷേ എപ്പോഴത്തെ പോലെ തന്നെ നടന്നില്ല. വീണ്ടും ഞങ്ങൾ പാളിയിരിക്കുന്നു. അങ്ങനെ മൈലാഞ്ചി ഇടാൻ വരെ ഞങ്ങൾ ആളുകളെ വയ്ക്കാമെന്ന് വിചാരിച്ചതാണ്. ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അനിയത്തിൻ്റെ കയ്യിൽ. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും സ്പൂണൊക്കെ വെച്ചിട്ട് മൈലാഞ്ചി ഇടുന്ന കാണുന്നത്. അങ്ങനെ എൻ്റെ അനിയത്തിക്ക് ഫുഡൊക്കെ കൊടുത്ത് രാവിലെയാണ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്. ഞങ്ങളുടെ എല്ലാം എൻ്റെ ഗുഡ് മോർണിംഗ് എവ്രിവൺ. സോ ഇന്നാണ് എൻ്റെ അനിയത്തിൻ്റെ എൻഗേജ്മെൻറ്റ്. ജസ്റ്റ് ഉറങ്ങി എഴുന്നേറ്റു. ഇനി പല്ല് തേക്കണം, കുളിക്കണം, ഫ്രഷ് ആവണം. ഇവളതൊക്കെ കഴിഞ്ഞു. ദാമണി പൊളിച്ചു. ഗുഡ് മോർണിംഗ്. കണ്ണാ ഗുഡ് മോർണിംഗ്. മമ്മി എന്താ പ്രേതത്തിന്റെ പോലെ നിൽക്കുന്നതാക്കി നോക്ക്. ഇതൊക്കെ സെറ്റ് ആവുന്നതേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ എൻഗേജ്മെൻറ്റ് ഭയങ്കര മിനിമലായിട്ട് ചെയ്യാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ലൈക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മോതിരം അങ്ങോട്ട് മാറ്റാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ ലാസ്റ്റ് നമ്മൾ വിചാരിച്ചു നല്ല ഫോട്ടോസൊക്കെ എടുക്കല്ലേ, അപ്പം നമുക്ക് ചെറുതായിട്ട് വീടിൻ്റെ പുറത്ത് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മണ്ഡപം പോലെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് ലാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പിന്നെ ഇപ്പം മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് ഹിബയാണ്. എൻ്റെ അനിയത്തിക്ക് മേക്കപ്പും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അവൾക്ക് മേക്കപ്പും വേണ്ട, ഒന്നും വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് കരയുമായിരുന്നു. എനിക്ക് ഫൗണ്ടേഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഇറ്റ്സ് യോർ ഡേ, നീ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടാണ് മേക്കപ്പും ഹെയറും ഒക്കെ ചെയ്ത് എൻ്റെ അനിയത്തിനെ സുന്ദരിയാക്കി തന്നെ എൻ്റെ ഫ്രണ്ട് ഹിബേനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അമ്മേനെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കഴിവുകൾ ഞാൻ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കും മേക്കപ്പിനോട് ഒട്ടും താല്പര്യമില്ല. എല്ലായിടത്തിനെയും പിടിച്ചിരുത്തിയത് ഞാനാണ്. അങ്ങനെയല്ല, ലൈക്ക് അവർക്കൊക്കെ അവർക്കൊക്കെ ഒരു വിചാരമുണ്ട് ലൈക്ക് അവർക്ക് മേക്കപ്പ് ചെയ്തില്ല, അങ്ങനെയൊക്കെയുള്ളൊരു തോട്ട് അവർക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെയൊന്നും ഇല്ല, ഒരു തവണ ട്രൈ ചെയ്ത് നോക്കും എന്നുള്ളത്. പിന്നെ ഡാമിക്കും തീക്കും മേക്കപ്പ് എത്ര ഇട്ട് കൊടുത്താലും മതിയാവില്ല. അവർക്കതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഫൈനലി ഞങ്ങളെല്ലാവരും റെഡിയായി. ഇതെൻ്റെ ചേച്ചിയുടെ ഏട്ടൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെയാണ്. പിന്നെ നമ്മുടെ ഫാമിലി, കസിൻസ് എല്ലാവരും വന്നു. അങ്ങനെ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. കാരണം ഇത് ഭയങ്കര മിനിമലായിട്ട് നടത്താനായിരുന്നു നമ്മുടെ പ്ലാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെ അടുത്തും പറഞ്ഞില്ല. നമ്മുടെ ഫാമിലിയിലെ കുറച്ച് പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ അനിയത്തി ഫുൾ റെഡിയായി. ഞങ്ങൾ എൻ്റെ അനിയത്തിൻ്റെ എൻഗേജ്മെൻറ്റിന് എൻ്റെ അനിയത്തിനെ ഫുൾ റെഡിയാക്കി ഞങ്ങളിതാ ഇറങ്ങിയിരിക്കുന്നു. ഇത് സൂരജിൻ്റെ ഫാമിലിയാണ്, സൂരജിൻ്റെ ചേച്ചിയാണിത്. അപ്പം എല്ലാവരും റെഡിയായി. ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്ന ഒരു ഡേ ആയിരുന്നു അത്. കാരണം മൈ ലിറ്റിൽ സിസ്റ്റർ എന്നും എൻ്റെ കൂടെ എൻ്റെ കൈ പിടിച്ച് നടന്ന ഒരാളാണ് എൻ്റെ അനിയത്തി. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ എന്നും ഉണ്ടാവുന്ന ഒരു നല്ലൊരു ഫ്രണ്ടാണ് എൻ്റെ സിസ്റ്റർ. എന്ത് കാര്യവും എപ്പോൾ വേണമെങ്കിലും എനിക്ക് വിളിച്ച് പറയാം. അങ്ങനെ ഇതെൻ്റെ 2 പിടുക്കാച്ചികൾ. ഷേവിന് വേണ്ടി ഒരു ഡാൻസ് പ്ലാൻ ചെയ്തതാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നടന്നില്ല. കാരണം മ്യൂസിക് സിസ്റ്റം വളരെ മോശമായതുകൊണ്ട് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പോകുന്ന ഒരു ടൈമായിരുന്നു അത്. കഴിഞ്ഞപ്പം എൻ്റെ മക്കൾക്ക് വീണ്ടും ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ആ നേരത്തെ നടക്കാതെ പോയ ഡാൻസ് വീണ്ടും ഞങ്ങൾ കളിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ കറണ്ട് പോയി. അങ്ങനെ വീണ്ടും അവരെ തോറ്റിരിക്കുന്നു. പിന്നെ എൻ്റെ ഫാമിലിയുടെ കലാവിരുതുകളാണ് പാട്ട് എല്ലാം. അങ്ങനെ നമ്മുടെ എൻഗേജ്മെൻറ്റ് കലാപരിപാടികളൊക്കെ ഇവിടെ അവസാനിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ അന്ന് എൻഗേജ്മെൻറ്റിനടുത്ത് ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.